കോഴിക്കോട് 8 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്താവ് ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിച്ചു. കോഴഞ്ചേരി പെരുവല്ലി സ്വദേശി ഷാഹിദ് റഹ്മാനാണ് ഭാര്യയെ ക്രൂരമായി പൊള്ളിച്ചത്. യുവതിയെ കഴിഞ്ഞ 4 ദിവസമായി വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ഷാഹിദ് റഹ്മാൻ മയക്കുമരുന്നിന് അടിമ എന്ന് പോലീസ് പറയുന്നു. രമ്യ ദാസ് ചേരുന്നു വിവരങ്ങളുമായി. രമ്യ, അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. അതീവ ക്രൂരമായിട്ടാണ് ഇയാൾ ഭാര്യയോട് പെരുമാറിയിരുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? രോഹിണി, ഈ 8 മാസം ഗർഭിണിയായ ഈ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് ജീവിത പങ്കാളിയായ കോടഞ്ചേരി സ്വദേശിയായ ഷാഹിദ് റഹ്മാൻ ഇസ്ത്രിപ്പെട്ടി ഉപയോഗിച്ച് അതിക്രൂരമായി തന്നെ ദേഹമാസകലം പൊള്ളിക്കുന്ന ഒരു സംഭവം കോടഞ്ചേരിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈ ഗർഭിണിയായ യുവതിയെ അതുകൂടാതെ തന്നെ ഈ ഗർഭിണിയായ യുവതിയെ 4 മാസത്തിലധികമായി ഇയാൾ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കോടഞ്ചേരി സ്വദേശിയായ ഈ ഷാഹിദ് റഹ്മാൻ സ്ഥിരമായി തന്നെ MDMA ഉപയോഗിക്കുന്ന ആളും അതുപോലെ തന്നെ ഇത് വിൽപ്പന നടത്തുന്ന ആളും എന്നുള്ളതാണ് അയൽവാസികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 1 വർഷം മുമ്പാണ് ഈ കോടഞ്ചേരി പെരുവല്ലി സ്വദേശിയായിട്ട് ഷാഹിദ് റഹ്മാന്റെ കൂടെ ഈ പ്രണയിച്ച് ഈ കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള യുവതി ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം പലതവണ ഇദ്ദേഹം ഈ മയക്കുമരുന്ന് കേസുകളെല്ലാം പ്രതിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയത്. അതിനുശേഷം വീട്ടിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ അതിക്രൂരമായി തന്നെ ഈ യുവതിയെ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ദേഹമാസകലം പൊള്ളിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇയാൾ നീങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ തേടിയ ശേഷം യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരാഴ്ച മുമ്പ് ഷാഹിദ് റഹ്മാന്റെ മാതാവിനെയും ഇയാൾ വീട്ടിൽ നിന്നും, സ്വന്തം മാതാവിനെ തന്നെയാണ് ഇയാൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായതും ഒരു പരാതിയുണ്ട്. ഇയാളുടെ കയ്യിൽ സ്ഥിരമായി തന്നെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ക്രൂരമായി തന്നെ യുവതി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് യുവതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇയാളെ ഈ പെൺകുട്ടിയുടെ ദേഹമാസകലം പൊള്ളിച്ച ശേഷം വീട്ടിൽ അടച്ച ശേഷം പുറത്തു പോവുകയായിരുന്നു. പക്ഷെ പിൻവാതിൽ തുറന്നതിന് ശേഷമാണ് യുവതി പുറത്തേക്ക് ഇറങ്ങുകയും അയൽവാസികളെ വിവരം പറയുകയും അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. നിലവിൽ ഈ പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നു. രോഹിണി. ശരി.